എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നൊരു പഴങ്കഞ്ഞി ഉണ്ടാക്കുന്ന റെസിപ്പി പരിചയപ്പെടാം. പഴങ്കഞ്ഞി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കിൻവയാണ്. അപ്പോൾ കിൻവ എന്ന് പറഞ്ഞാൽ ഒരു സൂഡോ സീരിയലാണ്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിൻവയിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. എസെൻഷ്യൽ പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ആകെ ഒരു ധാന്യമാണ് ഇവിടെ കിൻവ. ബാക്കി സാധാരണ എല്ലാ ധാന്യത്തിലും കംപ്ലീറ്റ് എസെൻഷ്യൽ പ്രോട്ടീൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കവറിങ് ഉണ്ട്, സാപ്പോണിൻ എന്ന് പറഞ്ഞിട്ടൊരു കവറിങ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ കളഞ്ഞില്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കയ്ക്കും. അത് ആ ധാന്യത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സോപ്പി കവറിങ്ങാണ്. അപ്പോൾ അത് നല്ലപോലെ തിരുമ്പി കഴുകി 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ തിരുമ്പി കഴുകി അതിങ്ങനെ വെള്ളം ക്ലിയർ ആവണ പോലെ ആക്കണം. അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുമ്പോൾ സാധാരണ എത്ര കിൻവ എടുത്താൽ അതിൻ്റെ ഡബിൾ വെള്ളം വെച്ചിട്ട് സിമ്മിൽ കുക്ക് ചെയ്യുക. ഒരു 15 മിനിറ്റ് എടുക്കും കുക്ക് ചെയ്ത് വരാൻ. കുക്ക് ചെയ്തിട്ട് അത് തണുപ്പിക്കാം. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ നമ്മുടെ കിൻവ ഇട്ട് വയ്ക്കാം. അത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഇത്രയും കുക്ക് ചെയ്ത് ഇത്രയും കിൻവയ്ക്ക് വേറെ ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ അരി കഴിക്കുന്ന പോലെയാണ്. അരി പോലെ ഇരിക്കണില്ല എന്നുള്ളൂ. ചെറിയൊരു ധാന്യം ചാമരി പോലെയൊക്കെ ഉള്ളൂ. വേറെ ഫ്ലേവർ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. കിൻവ വെച്ചിട്ട് ദോശ, സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവനും കിൻവ വെച്ചുണ്ടാക്കാം. അപ്പോൾ ഇത് മുഴുവനും ഒരു മൺപാത്രത്തിലിട്ടിട്ട് ഇത് നികക്കെ വെള്ളം ഒഴിക്കാം. നെക്സ്റ്റ് ഡേ ഓവർനൈറ്റ് ഫെർമെൻ്റ് ചെയ്യേണ്ടതാണ്. നികക്കെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മോരൊഴിച്ച് വയ്ക്കുക, കുറച്ചും കൂടെ പുളി കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ വെള്ളം മാത്രം ഒഴിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അത് കവർ ചെയ്ത് വെക്കണം. ഒന്നില്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കുക. അതിൽ എയർ ടൈറ്റ് ആക്കിയൊന്നും വെക്കരുത്. ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു എയർ ഒക്കെ കിട്ടുന്ന സൈസിൽ ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കുക. പിന്നെ തുണി വെച്ചിട്ട് കെട്ടി വയ്ക്കുക, കോട്ടൺ തുണി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ കുറച്ച് ചെറിയ ഉള്ളി, വേപ്പില, അതുപോലെ ചൂന്യമുളക്. ഞാനിവിടെ സ്പ്രൗട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പ്രൗട്ട്സ് ജസ്റ്റ് ഒരു 1 മിനിറ്റ് സ്റ്റീം ചെയ്തതാണ്. സ്റ്റീം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ ബ്ലോട്ടിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീംഡ് സ്പ്രൗട്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് തൈര് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അച്ചാർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കാലത്ത് തന്നെ നമ്മളിപ്പോൾ ഇത്ര ചൂട് സീസണിൽ പിന്നെയും അത് ഹോട്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് അച്ചാർ ഉപയോഗിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. അപ്പോൾ പഴങ്കഞ്ഞി ട്രെൻഡിങ്ങിലാണല്ലോ. എല്ലാവരും നോൺ വെജും കുറേ വിഭവങ്ങൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ലോ കാലറി ഫുഡാണ് കഴിക്കുന്നത്. ഹെൽത്തി ആയിട്ട് കഴിക്കുക. അതായത് വെജ് നോൺ വെജ് മിക്സ് ചെയ്യാണ്ട് കഴിക്കുക. ആഹാരം കഴിക്കേണ്ടതെന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ 2 വെജ് പ്രോട്ടീനും നോൺ വെജ് പ്രോട്ടീനും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ ബ്ലോട്ടിങ് വരും. ബ്ലോട്ടിങ് വന്നാൽ ഇൻഫ്ലമേഷൻ വരും. അതാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടീന് അളവുണ്ട്. ഒരു 30 ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ ഒരു സ്ട്രെച്ചിൽ കഴിക്കാൻ പാടില്ല. ഡൈജസ്റ്റ് ആവില്ല, യൂറിക് ആസിഡ് വരും. പിന്നെ പഴങ്കഞ്ഞി കഴിക്കണ അറിയാമല്ലേ, സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്തിട്ടല്ല കഴിക്കുക. കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ചിട്ട് തൈര് മുളകൊക്കെ ഒന്ന് കൂട്ടി ഉടച്ച് അങ്ങോട്ട് കഴിക്കണം. എന്നാലേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കും. നമുക്കൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക.